everybody, Assalamu alaikum. Welcome back to my channel Her Dream World. ഇന്ന് നമ്മൾ ഹെർ ഡ്രീം വേൾഡിൽ ചർച്ച ചെയ്യുന്നത് ചെറിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യട്ടോ. എല്ലാ ജോലികളും കഴിഞ്ഞ് ഇതുപോലെ റിലാക്സ് ആയിട്ട് ഇരുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ നമുക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ബോറടിപ്പിക്കുന്നതില്ല. ഫസ്റ്റ് വൺ, രാവിലെ നേരത്തെ ജോലി തുടങ്ങുക. അതായത് നമ്മൾ രാവിലെ ഒരു 6 മണിയാകുമ്പോഴേക്കും എന്തായാലും കിച്ചണിൽ വന്ന് നമ്മളുടെ സ്റ്റാർട്ടിങ് ജോലികൾ തുടങ്ങുക. അതായത് ഒരു 5 മിനിറ്റ് വൈകിയാൽ അതൊരു വൈകലാണ്, ഒരു 5 മിനിറ്റ് നേരത്തെ ആയാൽ അത് നേരത്തെയാണ്. അതാണ് കാരണം. അടുത്തത്, രണ്ടാമത്തത്, ജോലിക്കിടെ ഫോണ് വരും, അതുപോലെ തന്നെ കോള് വരും, അതൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുക്കുള്ളൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മൾ കരുതുക. കോള് വരും, മെസ്സേജ് വരും, അതുപോലെ തന്നെ ഒന്നും ജസ്റ്റ് ഒന്ന് എടുക്കുക, എന്താണ് ഇമ്പോർട്ടൻ്റ് നോക്കുക, അല്ലാതെ അതിൽ നിൽക്കരുത്. ഉടൻ തിരിച്ചു വെക്കുക. അതിനുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ യൂട്യൂബിൽ, FBയിൽ, ഇൻസ്റ്റയിലൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മളെ മാടി വിളിക്കും. അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യരുത്. എൻ്റെ മുഴുവൻ ജോലികളും കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് എടുക്കൂ, ഫോണിനെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യൂ, ഒന്ന് നോക്കൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ നമ്മളിരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഫോണിൽ യൂട്യൂബ് എടുത്തിട്ട് അതിൽ സെറ്റിങ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് യുവർ ടൈം വാച്ച് എന്നുള്ളത് നോക്കിയാൽ ഓരോ ദിവസവും നമ്മൾ എത്ര സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചു എന്നുള്ളത് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ മറ്റേത് ഐക്കൺ എടുത്താലും കാണും കേട്ടോ. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണത് ഇടയ്ക്ക് നന്നായിരിക്കും. ഇനി അടുത്തത്, മൂന്നാമത്തത്, ജോലി എന്തായാലും അത് അപ്പം തന്നെ ചെയ്യുക. അത് പിന്നത്തേക്ക് മാറ്റി വെക്കുന്നൊരു സ്വഭാവം അത് ഉണ്ടാവരുത്. നമ്മളുടെ കബീർദാസിൻ്റെയും തുളസിദാസിൻ്റെയും ദോഹയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആജ് കാക്കാം അബി കരു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ ജോലി ഇപ്പം തന്നെ ചെയ്യുക. അത് പിന്നെ ചെയ്യുക. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൽ ഇതൊന്ന് നോക്കട്ടെ. അങ്ങനെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയാണ് ചെയ്യരുത്. ഒരു 2 പ്രാവശ്യം നമ്മൾ മാറി ചിന്തിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതുപോലെയാവും. അതുപോലെ തന്നെ ഫോർത്ത് നമ്പർ, സിമ്പിളാണ്, വെരി ഈസിയാണ്. നമ്മളെ വീട്ടിലെ ഓരോ ചെറിയ ചെറിയ വസ്തുക്കൾക്ക് പോലും കറക്റ്റ് സ്ഥലം നമ്മൾ അതിന് സ്പെസിഫൈ ചെയ്ത് വെക്കുക. അതായത് നമ്മളുടെ വീട്ടിൽ നെയിൽ കട്ടർ, കോമ്പ്, അതുപോലെ തന്നെ കത്തി, പ്ലക്കർ, ഇതുപോലെ ഡെയിലി യൂസിന് ആവശ്യമുള്ള ഓരോ സാധനത്തിനും നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്തുക. എന്നാൽ നമ്മളിത് തിരഞ്ഞ് നടക്കേണ്ട, അല്ലെങ്കിൽ അന്വേഷിച്ച് നടക്കേണ്ട എവിടെയാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കും. നമ്മളുടെ ജോലിക്കും തന്നെ അത് വലിയ ഒരു ഉപകാരമാണ്. നമുക്ക് പെട്ടെന്ന് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനും കൺഫ്യൂഷൻ ഇല്ലാതെ എങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ടും ഇത് കഴിയും. കത്തിയാവട്ടെ, നമ്മളെ കിച്ചണിലെ പ്ലക്കറാവട്ടെ, എന്താവട്ടെ, കട്ടിംഗ് ബോർഡാവട്ടെ, ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഇല്ലാതാവും. അതുപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിൻ്റ്, സിമ്പിളായിട്ടുള്ളൊരു പോയിൻ്റ്, ആഴ്ചയിൽ ഒരു ദിവസം ഡീപ്പ് ക്ലീനിങ് അത് ശീലമാക്കുക. അതായത് എല്ലാ ചൊവ്വാഴ്ചയും ഡീപ്പ് ക്ലീനിങ്, അതല്ലെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ഡീപ്പ് ക്ലീനിങ്. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ആഴ്ചയിൽ തന്നെ ഡീപ്പ് ക്ലീനിങ് വരുമ്പോൾ ജോലിയുടെ ഭാരം കുറയും. അതുപോലെ തന്നെ പൊടി, മാറാല, ഈ വക കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ അംശങ്ങളും കുറയും. അതുപോലെ തന്നെ നല്ലൊരു എൻവിറോൺമെൻറ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കറക്റ്റ് ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്താൽ മതി. അതായത് ആഴ്ചയിൽ ഓരോ ദിവസം ഇന്നതിന് എന്നുള്ളത്. അതായത് ഡീപ്പ് ക്ലീനിങ് എന്നുള്ളത് ആ ഒരൊറ്റ ദിവസം, അന്ന് പറ്റിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ അതിനായിട്ട് നമ്മൾ അതിനായിട്ട് തിരഞ്ഞെടുത്തേ ഇരിക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളുടെ ജോലിയുടെ ഭാരം തീരും. അതുപോലെ തന്നെ എന്നും ഇതുപോലെ തന്നെ ഓരോ ഭാഗത്തും മാറാല തട്ടലും ഇതൊക്കെ ആയിട്ട് എന്നും ജോലി തീരാത്തൊരവസ്ഥയായിട്ട് മാറും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഇതുപോലത്തെ കാര്യങ്ങൾ കീപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും സിമ്പിൾ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.